ഹിജറയുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തിയത്? അതിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു? വളരെ മുൻകൂട്ടി തന്നെ തൻ്റെ വിഷൻ പ്രഖ്യാപിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തിയത്. അത്ര ഒരുക്കമുണ്ട്, തയ്യാറെടുപ്പുകളും ആസൂത്രണങ്ങളുമെല്ലാം ഹിജറക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. ഹിജറ പോകുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖറജ സിദ്ഖിൻ. ഞാൻ എത്തുന്ന സ്ഥലം, ഞാൻ പുറപ്പെടുന്ന സ്ഥലം എല്ലാം സത്യത്തിൻ്റെ സ്ഥലമാവണം. നജ്ജാശിയുടെ നാട്ടിലേക്ക് തൻ്റെ ചില അനുയായികളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചപ്പോഴും നബി പറഞ്ഞ വാചകം ഇതായിരുന്നു, അത് അറുന്ന് സിദ്ഖ് ആണ്, സത്യസന്ധമായ ഭൂമിയാണ് എത്തോപ്യ. അവിടുത്തെ രാജാവാണെങ്കിൽ നീതിമാനായ ഭരണാധികാരിയുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായി ജീവിക്കാം. ഒരു സുരക്ഷിത പ്രദേശത്തെ ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് വജഅല്ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് അധികാരവും സഹായിയെയും നീ നൽകണം. അപ്പൊ അധികാരം ലഭിക്കുക എന്നത് ഹിജറയുടെ ഒരു അജണ്ടയായിരുന്നു, ലക്ഷ്യമായിരുന്നു. അതല്ല, ആരാധനകളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ആദർശവും ആശയവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മക്കയിൽ തന്നെ അത് സാധിക്കുമായിരുന്നു. വേറെ ഒരു പ്രദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുമാത്രമല്ല, ചില ആശയങ്ങളും ചില ലക്ഷ്യങ്ങളും പ്രയോഗവൽക്കരിക്കാൻ ഒരു സുരക്ഷിതമായ പ്രദേശം ആവശ്യമാണ്, ഒരു ദേശം ആവശ്യമാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്രയാണ് ഹിജറ എന്ന് പറയും. എന്നാൽ ഹിജറയുടെ മുമ്പ് ഹജ്ജിന് വന്ന നജ്ദിലെ ഷൈബാൻ ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ നേതാവായിരുന്ന ഷഅബാൻ ഇബ്നു സഅലബ അദ്ദേഹത്തിന്റെ തമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കയറി ചെന്ന് സംസാരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ വരാം. അറബ് ഗോത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് അവരുടെ ഗോത്രം. ധീരശാലികളും ബുദ്ധിശാലികളുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ വസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. പക്ഷെ ഷഅബാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ആദർശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദർശം വിശദീകരിച്ചു കൊടുക്കാൻ തൗഹീദ് പറയുകയാണ്, തന്റെ നിയോഗ ലക്ഷ്യം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, നല്ല ആശയമാണല്ലോ, നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാം. അപ്പൊ അവരുടെ സേനാനായകൻ അദ്ദേഹം എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ട് കൂട്ടരുമായി കരാറുണ്ട്. ഒന്ന് ഈ നാട്ടിലെ അറബികളുമായാണ്, രണ്ട് പേർഷ്യക്കാരുമായാണ്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നമുള്ള കാര്യമല്ല. അറബികളെ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാം. പേർഷ്യക്കാർ അപകടകാരികളാണ്. അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, പേർഷ്യ കീഴടങ്ങി നിങ്ങളുടെ അധീനതയിൽ വരുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പേർഷ്യയുടെ അധികാരവും ഹുങ്കും നശിച്ച് അവർ നിങ്ങളുടെ കീഴിലേക്ക് വരുന്ന ഒരു കാലമുണ്ട്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വളരെ ഉറച്ച ബോധ്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കുകയാണ്, അവരത് ഉൾക്കൊള്ളുകയാണ്. സമാനമായ പ്രഖ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബാബ് റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയിട്ടുണ്ട്. തനിക്ക് പീഡനവും മർദ്ദനവും ഏറ്റ പാടുകൾ കാണിക്കാൻ വേണ്ടി
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതിനേക്കാൾ വലിയ പീഡനങ്ങളേറ്റ ആളുകളുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത മനുഷ്യർ മുൻകാലങ്ങളിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. കടങ്ങു കുഴിച്ച് അതിനെ കിടക്കി നിർത്തി ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ എല്ലും മാംസവും വേർതിരിച്ചു. ചില ആളുകളെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചില ആളുകളെ ഈർച്ചവാളുകൊണ്ട് നെടുകെ പിളർത്തി. പ്രവാചകന്മാർ വരെ കൊലക്ക് വിധേയമായി. ഹദറത്ത് സക്കരിയ അലൈഹിസ്സലാം, ഹദറത്ത് യഹ്യ അലൈഹിസ്സലാം ഒക്കെ കൊല്ലപ്പെട്ടതാണ്, സാധാരണ രീതിയിൽ മരണപ്പെട്ടതല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ പറഞ്ഞു കൊടുത്തിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖബ്ബാബ്, നിങ്ങൾ ധൃതി കാണിക്കരുത്. സന്നാ മുതൽ ഹദറമൗത്ത് വരെ ഒരു യാത്രക്കാരന് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. ആട്ടിൻപറ്റമുണ്ടെങ്കിൽ അതിനെ പിടിക്കുന്ന ചെന്നായ മാത്രം പേടിച്ചാൽ മതി, മനുഷ്യരെ പേടിക്കേണ്ടി വരില്ല. നിർഭയമായ അവസ്ഥ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരാൾക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഹിജറക്ക് മുമ്പ് നടക്കുന്നതാണ്. ഈ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർദ്ധരാത്രി കഅബയുടെ ചാരത്ത് പോയി 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. നമസ്കരിക്കുന്ന സമയത്ത് അബൂജഹലും കൂട്ടരും താങ്ങിപ്പിടിച്ച് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബിയുടെ കഴുത്തിലിട്ട കാലമാണത്. ആ ഒട്ടകത്തിന്റെ കുടൽമാലയുടെ ഭാരം സഹിക്കാതെ നബി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് സുജൂദിൽ. അത് വലിച്ചു നീക്കാൻ നബിക്ക് സഹായിയായി വന്നത് സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ആ കുട്ടി അതിന്റെ ഭാരം കാരണം തെറിച്ചു പോയിട്ടുണ്ട്. ആ കാലത്താണ് താൻ വിശ്വസിക്കുന്ന ആദർശം അംഗീകരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്ത് വലിയൊരു ഭൂമി, വലിയൊരു നാഗരികത, വലിയൊരു പ്രദേശം ക്ഷേമൈശ്വര്യങ്ങളോടുകൂടി പുലരുമെന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. നാളെ ഈ കഅബയുടെ ചാരത്ത് വന്ന മുഹമ്മദെ, നീ നമസ്കരിച്ചാൽ നിന്റെ മുതുകത്ത് ഞാൻ ചവിട്ടും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. അബൂജഹൽ നബിയോട് പറഞ്ഞതാണ്. പക്ഷെ നബി അത് കൂസാതെ വീണ്ടും അവിടെ വന്ന് നിസ്കരിച്ചു. അബൂജഹൽ ചവിട്ടാൻ വേണ്ടി വന്നു. പക്ഷെ അബൂജഹൽ ദൂരേക്ക് തെറിച്ചുപോയി. എന്ത് പറ്റി അബുൽ ഹക്കം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദിന്റെ മുതുകത്ത് ഞാനൊരു തീകോളം കണ്ടു എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്ത് നബി തിരുമേനി തന്റെ അനുയായികൾക്ക് നൽകിയ പ്രതീക്ഷയും പ്രത്യാശയും പുലരാൻ നടത്തിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഹിജറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹിജറ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മത്ത് മുസ്ലിമ, മുസ്ലിം ഉമ്മത്തിന്റെ രൂപീകരണമാണ്. അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഗോത്രങ്ങളായിരുന്നു, വംശങ്ങളായിരുന്നു. സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ മാത്രം മനുഷ്യരായി പരിഗണിച്ചിരുന്നൊരു കാലമായിരുന്നു. വേറെയുള്ള ഒരു ഗോത്രത്തിൽ ഒരാളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു കാലമായിരുന്നു. അവിടെ ഉമ്മത്ത്, ഒരു സമൂഹം എന്നൊരു കോൺസെപ്റ്റ് തന്നെ അവർക്ക് സങ്കല്പിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് എല്ലാ ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ച് ഗോത്രവൈജാത്യങ്ങൾക്കപ്പുറം അതുപോലെ ദേശങ്ങളെയും വർണ്ണങ്ങളെയും മാറ്റിവെച്ച് അടിമയും സ്വതന്ത്രനും വകഭേദമില്ലാതെ ഒരൊറ്റ ഉമ്മത്താവുക എന്ന് പറയുന്ന ലക്ഷ്യം ഹിജറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനം. ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് രൂപീകൃതമാകാൻ
ഹിജ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. എല്ലാവരും ഒറ്റ സമുദായമായി, ഒറ്റ സമൂഹമായി, ഒരാദർശമുള്ള, ഒരു ലക്ഷ്യമുള്ള, ഒരു പ്രവർത്തന മാർഗമുള്ള, അങ്ങനെ വിഷനും മിഷനും ഏകീകരിക്കപ്പെട്ട ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന സമുദായത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യപ്പെടുത്തി, രൂപപ്പെടുത്തി. അതിനാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളുടെ ഉത്തമ സമൂഹമാണ്. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല, ആളുകളോട് നന്മ കൽപ്പിക്കുക, ആളുകൾ തിന്മ തടയുക എന്ന ദൗത്യമാണ്. ഈ ദൗത്യം നിർവഹിക്കാത്ത കാലത്തോളം നിങ്ങൾ ഉമ്മത്ത് മുസ്ലിം അല്ല. നിങ്ങളുടെ നെറ്റിയിൽ നിസ്കാരത്താവുണ്ടായാലും ശരി, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്താലും ശരി, ഉമ്മത്ത് മുസ്ലിമേ ആവണമെങ്കിൽ ഈ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മിഷൻ എല്ലാവരും നിർവഹിക്കണം. അങ്ങനെ ഒരു ഉമ്മത്തിനെ നിർമ്മിച്ച് ആ ഉമ്മത്തിന്റെ ലക്ഷ്യവും ദൗത്യവും കൃത്യപ്പെടുത്തി എന്നത് ഹിജറയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അതിന് പ്രായോഗിക രൂപം എന്ന് പറഞ്ഞ മുഹാജിറുകളും അൻസാറുകളും ഹൗസ് ഖസറജ് ഗോത്രങ്ങളെല്ലാം വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള ആളുകളാണ് അവർ. ചെറിയ കാരണം, നിസ്സാരമായ കാര്യത്തിൽ ഒരൊട്ടകം വേറൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ വെള്ളം കെട്ടി നിർത്തിയ ടാങ്കിൽ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ മാസങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടവർ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. ആ മനുഷ്യരെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അന്ന് മനുഷ്യരെ എന്ന് വിളിച്ചാൽ മനസ്സിലാവൂല. കാരണം ഗോത്രങ്ങൾ അവരെ മുന്നിലുള്ളൂ. ആ ഗോത്രങ്ങൾ മാത്രം മതവും അതുപോലെ തന്നെ ലക്ഷ്യവും ദൗത്യവുമായി മനസ്സിലാക്കിയ ഒരു ജനതയുടെ മുന്നിൽ വലിയ ലക്ഷ്യവും ദൗത്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവർ ഒറ്റ ഉമ്മത്താക്കി എന്നത് കുന്തും ഖൈറ ഉമ്മ, ഉമ്മത്ത് മാത്രമല്ല ഉത്തമ സമൂഹമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് നീതിയും ധാർമ്മികതയും അടിസ്ഥാനമാക്കി ഒരു വ്യവസ്ഥ റസൂൽ രൂപീകരിച്ചു. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ്? ഒന്ന് അദിലാണ്, ജസ്റ്റിസാണ്, സാമൂഹ്യ നീതിയാണ്, ധാർമ്മികതയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ രണ്ടടിസ്ഥാനങ്ങൾ ഇതാണ്. ഒന്ന് നീതി ഉണ്ടാവണം, ധാർമ്മികത ഉണ്ടാവണം. ആ നീതിയും ധാർമ്മികതയും അടിസ്ഥാനമാക്കിയൊരു വ്യവസ്ഥ രൂപീകരിച്ചു. വെറുതെ ആളുകളെ വിളിച്ചുകൂട്ടി ആവേശഭരിതരാക്കുകയല്ല ചെയ്തത്. ആ ആളുകൾക്ക് ഒരു ലക്ഷ്യം നിർണയിച്ചു. ആ ജനതക്ക് നിർവഹിക്കാൻ ആവശ്യമായ ഒരു ദൗത്യം അവരെ മുന്നിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവർക്കൊരു വ്യവസ്ഥ, ഒരു ചിട്ടവട്ടം രൂപീകരിച്ചു. അതിന് നേരത്തെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, മദീന ചാർട്ടർ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിച്ചു. മൂന്നാമത്തെ ഹിജ്റ നിർവഹിച്ച ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് അവരുടെ അടിസ്ഥാന ദൗത്യം നിർവഹിക്കുന്നതിൽ അവരെ സജ്ജരാക്കി. എന്താണ് ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം? ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം ആരാധനകളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനത്വം ദിക്റുകളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം ദാനധർമ്മങ്ങളല്ല. ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യം നിർവഹിക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കണം. അടിസ്ഥാന ദൗത്യങ്ങൾ ഈ ഉമ്മത്തിലുണ്ട്. ആ ഉമ്മത്തിന്റെ അടിസ്ഥാന ദൗത്യങ്ങളിൽ ഒന്ന് ബല്ലിഗ് ബിമാ ഉൻസില ഇലൈക വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ ആദർശവും ആശയവും നിനക്ക് നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ മാത്രമുള്ളതല്ല, നിന്റെ അയൽപക്കത്തും നീ ജീവിക്കുന്ന നാട്ടിലും നീ ജീവിക്കുന്ന സംസ്ഥാനത്തും പ്രദേശത്തും ദേശത്തുമെല്ലാം ആ നിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ ഉമ്മത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ വസിയത്തിൽ പറഞ്ഞത് എന്താണ്? ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തി. ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഈ ഉമ്മത്തിനെ സജ്ജമാക്കി. കാരണം സജ്ജമാക്കിയ വ്യവസ്ഥ ഉണ്ടാക്കി. ആ വ്യവസ്ഥയിൽ എന്താണ് ഈ സമൂഹം ചെയ്യേണ്ടത്? അവരുടെ ദൗത്യം നിർണയിച്ചു, ദൗത്യം കൃത്യപ്പെടുത്തി. ഒന്ന് ദഅവത്താണ്, രണ്ടാമത്തെ ഇസ്ലാഹാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി
അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മുസ്ലിം ഉമ്മത്തിലുള്ള പരസ്പരം അവരുടെ ആഭ്യന്തരമായ ജീർണതകളുണ്ട്, വിശ്വാസ ദൗർബല്യങ്ങളുണ്ട്. ഇതിനെ സംസ്കരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അവരെ തർബിയത്തും തസ്കിയത്തും നിർവഹിക്കുക. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. നാലാമത്തെ ദൗത്യം എന്താണ്? അതുപോലെ ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ അവരെ പ്രാപ്തമാക്കുക. 5-8 ദൗത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അതിപ്പോ വിശദീകരിക്കാനുള്ള സമയം. അങ്ങനെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കലാണ് ഉമ്മത്തിന്റെ ബാധ്യത എന്ന് ഉമ്മത്തിന് കൃത്യമായി ദൗത്യം നിർവഹിച്ചതിന് പ്രാപ്തരാക്കി എന്നതാണ്. നാലാമത്തെ എന്താണ്? മനോഹരമായൊരു നാഗരികത, മുനവ്വറ, പ്രകാശിതമായ നാഗരികത. ലോകത്തിന്നും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യർ ഉൾപ്പുളകത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന, മാതൃകയാക്കണമെന്ന് വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും ആഹ്വാനം ചെയ്ത മനോഹരമായ നാഗരികതയുടെ നിർമ്മാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ആ നാഗരികതയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അതിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അതുപോലെ നീതിയാണ്, സാമൂഹ്യ നീതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമത്വമാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ ആ സമൂഹത്തിൽ ജീവിക്കുന്ന അടിസ്ഥാന വിഭാഗം ജനങ്ങൾ മുതൽ പ്രമാണിമാരായ എല്ലാവരെയും ഒരേ സഫിൽ, ഒരേ രീതിയിൽ, ഒരേ ആദർശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരായി ഒരു ബറ്റാലിയനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യപ്പെടുത്തി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ നേതാവാണ്, സയ്യിദാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ സയ്യിദാണ്, നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ച നേതാവാണ്. രണ്ടാമത്തെ സയ്യിദാരാ? സയ്യിദ് ബിലാൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച നേതാവാണ്. സിദ്ദീഖുൽ അക്ബർ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന മറ്റ് അത്താഴമായി ഭക്ഷിച്ച ബിലാൽ ഇബ്നു റബാഹിനെ സയ്യിദാക്കി, നേതാവാക്കി മാറ്റിയ ഒരു ആദർശമാണ് സമത്വം, ഇക്വാലിറ്റി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമത്വത്തിലും സാഹോദര്യത്തിലും നീതിയിലും അടിസ്ഥാനമായ ഒരു നാഗരികതക്ക് രൂപം നൽകി. മാനവികത, മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കരുണ, നീതി, ദയ, ഈ മൂല്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാഗരികതയുടെ നിർമ്മാണം നടത്തിയത്. ലോകത്തിലെല്ലാം ഈ നാഗരികത ഒരു ഗുണപാഠമാണ് അവർക്ക്. അതുകൊണ്ടാണല്ലോ നീതി ഈസ് ഈക്വൽ ടു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതി എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മുടെ നാവിൽ വരുന്ന പേരാരുടേതാണ്? ഉമറുൽ ഫാറൂഖിന്റെ പേരാണ്. മഹാത്മാഗാന്ധി അങ്ങനെയാണ് പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ്. അത് നീതി നിർവഹണത്തിന്റെ ഏറ്റവും പ്രശോഭിതമായ മുനവ്വറയായ ചിത്രങ്ങൾ ലോകത്തിന് നൽകിയെന്നതാണ് ഈ നാഗരികതയുടെ അടിസ്ഥാന രൂപീകരണത്തിന്റെ തുടക്കമാണ് ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. ഒരുപാട് പ്രത്യേകതകൾ ഈ നാഗരികതക്കുണ്ട്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും. ജുനൈദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, കാണാനത്ര വിരൂപനായ ഒരാൾ, തൊലിയെല്ലാം കറുത്തുപോയ ഒരാൾ, തനിക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഒരാളുമില്ല എന്ന് സങ്കടപ്പെട്ട ഒരാൾ. ഈ നാട്ടിൽ നിന്ന് എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല, എന്റെ ശരീരത്തിന്റെ രൂപം അങ്ങനെയാണ് എന്ന് പരിവപ്പെട്ട ഒരു മനുഷ്യൻ. മദീനയിൽ ഏറ്റവും പ്രമാണിയായ ഒരു മനുഷ്യന്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായി ജുലൈബ് വീണ് കിടക്കുമ്പോ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് സ്വന്തം മടിയിൽ വെച്ച് തിരുമേനി പറഞ്ഞത് വഹുവ മിന്നി വഅന മിൻഹു എന്നാണ്. ഞാൻ അവനിൽപ്പെട്ടവനും അവൻ എന്നിൽപ്പെട്ടവനുമാണ്, ഞങ്ങൾ രണ്ടും ഒരാളാണ്. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്. ആരെങ്കിലും ബിലാലിനെ ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിച്ചവനെ പോലെയാണ്. ആരെങ്കിലും ബിലാലിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. ബിലാൽ റളിയല്ലാഹു അന്നാസു സവാസിയതു കഅസ്നാരിൽ ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണ് എന്നാണ്. അടുക്കള കുഴിച്ച് സ്വന്തം മാതാവ് മരിച്ചാൽ ഭൂമിയില്ലാത്തതിന്റെ പേരിൽ
തെരുവിൽ ജീവിക്കേണ്ടതിന്റെ പേരിൽ അടുക്കള കുഴിച്ച് സ്വന്തം മാതാവിനെ മറമാടേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 56 കോടി മനുഷ്യർ 20 രൂപക്ക് താഴെ വരുമാനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശരാശരി വരുമാനം 20 രൂപയാണ്. അങ്ങനത്തെ 56 കോടി മനുഷ്യർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. മനുഷ്യര് ഇങ്ങനെ പാവപ്പെട്ടവർ, ദുർബലരായ മനുഷ്യർ, ജാതിയുടെ പേരിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട മനുഷ്യർ, ഇവരൊക്കെ ജീവിക്കുന്ന നാട്ടിൽ ഈ ഇക്വാലിറ്റി, ഈ ജസ്റ്റിസ്, ഈ സോഷ്യൽ ജസ്റ്റിസ് ആവശ്യമുള്ളൊരു കാലത്താണ്. ആരുടെ കയ്യിലാണ് അതുള്ളത് എന്ന് സമൂഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കയ്യിൽ അത് പ്രയോഗവൽക്കരിച്ച ചരിത്രം നമുക്കുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ഉട്ടോപ്യല്ല. പല രാജ്യങ്ങളും പല സങ്കല്പങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും അത് ഉട്ടോപ്യൻ സങ്കല്പങ്ങളായിരുന്നു. അവർക്കൊരിക്കലും ഭൂമിയിൽ അത് പ്രയോഗവൽക്കരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രയോഗവൽക്കരിച്ച ഒരു ആശയത്തിന്റെ വക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഈ ദീൻ രാത്രിയും പകലും എത്തുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ദീനിന്റെ നന്മ, ഈ ദീനിന്റെ സൗന്ദര്യം എത്താതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ എവിടങ്ങളിലൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ദീനത്വമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലായിടത്തും ഇതെത്തും. അതിന്റെ നന്മയും സൗന്ദര്യവും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും എത്തും. അതെത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മൾ. ഈ ദൗത്യം നിർവഹിച്ച പ്ലാറ്റ്ഫോമാണ് മദീന മുനവ്വറ എന്ന് പറയുന്നത്. ഈ സമൂഹത്തെ ഒറ്റ സമുദായമാക്കി, ഒറ്റ സമൂഹമാക്കി ഒരൊറ്റ ലക്ഷ്യം നിർണയിച്ചു. അവർക്ക് വ്യവസ്ഥയുണ്ട്, അവർക്ക് ഒരു നാഗരികതയുടെ ഊടുംപാവും നൽകി, ധാർമ്മികതയും നീതിയും അടിസ്ഥാനമാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അവരോട് കൽപ്പിച്ചു. ലോകത്തിന് ഈ ആദർശത്തിന്റെയും ആശയത്തിന്റെയും നന്മയും സൗന്ദര്യവും എത്തിക്കാൻ അവരെ വസിയത്ത് ചെയ്തേൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പിതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിതാവ് പറഞ്ഞ വസിയത്ത് നിർവഹിക്കുകയാണ് ചെയ്യാൻ. നമ്മോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വസിയത്ത് ഈ ആദർശത്തെയും ആശയത്തെയും ആളുകളിലേക്ക് എത്തിക്കുക എന്ന വസിയത്താണ്. ഈ വസിയത്താണ് നമ്മൾ ഏറ്റെടുത്തെത്തിക്കേണ്ടത്. അതിനുവേണ്ടി തയ്യാറായ സഹാബികളുടെ ചരിത്രം നമുക്കറിയാം. മദീന പള്ളിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു പോകുന്ന ഒരു വാതിലുണ്ട്. ഇന്നും ഉംറക്കും ഹജ്ജിനും പോയ ആളുകൾക്കറിയാം. ബാബുസലാം എന്ന് പറയുന്ന ആ വാതിലൂടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സലാം പറയും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പറയും. എന്നിട്ട് പുറത്തിറങ്ങും. പുറത്തിറങ്ങുന്ന സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. മദീന പള്ളിയുടെ ഏറ്റവും തൊട്ടടുത്ത അയൽവാസിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ ഇസ്താംബൂളിലാണ്, തുർക്കിയിലാണ്. എങ്ങനെയാണ് കടല് കടന്ന് അബൂ അയ്യൂബുൽ അൻസാരി ഇത്ര ദൂരം പോയത്? ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം സ്വന്തം ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളെക്കാളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയതാണ്. ഈ ഉമ്മത്ത് മുസ്ലിമയാകുന്നത് ഈ ദൗത്യം നിർവഹിക്കുമ്പോഴാണെന്ന് മദീന നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.